ഹലോ കൂട്ടുകാരെ, ഇന്ന് അവധി ദിവസമാണ്, ശനിയാഴ്ച. ഇന്നത്തെ ഉച്ചയൂണ് വിശേഷം ഒന്ന് കാണിക്കുകയാണേ. ഇന്നതാ നല്ല വെള്ളയരി കൊണ്ട് ചോറ് വെച്ച്. ഞാൻ ഇവിടുത്തെ വെള്ളയരി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോറ് വെച്ച്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അയല ഉണക്ക, അത് വെച്ചൊരു കറി ഉണ്ടാക്കി. നല്ല കായും കത്തിരിക്കയൊക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കി, തേങ്ങ അരച്ചുള്ള ഒരു കറി ഉണ്ടാക്കി. ഇത് നാരങ്ങ, പച്ച വെള്ളക്കറിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പച്ചമുളകും ഇട്ട്, മറ്റു മസാലകളൊന്നും ചേർത്തിട്ടില്ല. കായം ഇതൊക്കെ ചേർത്തു, കായവും ഉലുവാപ്പൊടിയൊക്കെ ചേർത്തുള്ള വെള്ള അച്ചാറിട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇത് പുളിരസം, വെറും പുളി, പച്ചമുളകും കൊച്ചുള്ളിയും ചതച്ചിട്ട് കായപ്പൊടിയിട്ട് പുളിരസം. നാട്ടിലെ പഴയ വീടുകളിൽ വയ്ക്കുന്ന പുളിരസം. നല്ല രസം, നല്ല കറിയാണ് ഈ കറി, നല്ല ടേസ്റ്റാണ് ഈ കറി. ഇത് ക്യാബേജും ക്യാരറ്റുമായിട്ടുള്ള നല്ല ഒരു തോരൻ ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ്. എണ്ണയൊക്കെ വളരെ കുറച്ചേ ഞാൻ ചേർക്കാറുള്ളൂ, തേങ്ങയും കുറച്ചേ ചേർക്കാറുള്ളൂ. ഇത് കപ്പ, നല്ല കപ്പ, നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സൂപ്പറായിട്ടുള്ള കപ്പ. എന്തായാലും നാട്ടിൽ കഴിക്കുന്ന ആഹാരം, നാട്ടിൽ ഇതൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ഇവിടെ ഇതെല്ലാം ഇവർ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും. കറി നല്ലവണ്ണം ഇളക്കി നല്ല വേകുന്ന ഒരു കപ്പ. ഇതൊക്കെ തന്നെയാണ്. പിന്നെ പുളി ഇഞ്ചിയൊക്കെ ഉണ്ട് ഇവിടെ. അച്ചാർ വേറെ ഉണ്ട്, തൈരുണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ കറികളും ഉണ്ട്. അവധി ദിവസം ആയതുകൊണ്ട് ഞാൻ കപ്പയും കറിയും ഒക്കെ വച്ചു. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഊണ് വിശേഷങ്ങൾ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അച്ചാർ കുട്ടിക്ക് വേണമെങ്കിൽ ചോദിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് വിഭവങ്ങൾ. ഓക്കേ.